ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ മുത്തിന് വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു. മുത്തിന് എല്ലാ ദിവസവും ഇല്ല, ശനി ഞായറുകളാണ് അവൾക്ക് ക്ലാസ്. പക്ഷെ അവൾ ഞായറാഴ്ച മാത്രമാണ് പോകണത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ്സിന് പോയി. 2:30 ആയപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെട്രോൾ പമ്പിലോട്ടാണ് പോയത്, പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്നു, പെട്രോളൊക്കെ അടിച്ചു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തല്ല കേട്ടോ, നമുക്ക് കുറച്ച് ദൂരമുണ്ട്. എന്നാൽ ഒത്തിരി ദൂരമില്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തി, ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റയിൽ ലൈവ് പോകണേ കേട്ടോ. അപ്പോൾ ഇത്താൻ്റെ കൂട്ടുകാരിൻ്റെ വീട്ടിൽ സർപ്രൈസായിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ പോണ വഴി ചെടികൾ കണ്ടു. അപ്പോൾ ചേച്ചിക്ക് ചെടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഞങ്ങളല്ല, ഇത്ത ചെടി പറിക്കണു, ഞാൻ ലൈവ് പോകണു. മിനി വ്ളോഗ് എടുക്കുന്നത് ഇത്താൻ്റെ കുട്ടിയായിട്ട് മുത്താട്ടം എടുക്കണത്. അപ്പോൾ ഞാൻ ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ പറിച്ച് വീണ്ടും ലൈവ് ഇതാക്കിക്കൊണ്ട് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്തോട്ട് പോകണം. ഇത് പോണ വഴി ഉള്ള ഒരു കാടാണ് ആ ചേച്ചീൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ. അപ്പോൾ ആ കാട്ടിലുള്ള പൂക്കൾ ആരും നട്ടേക്കണമെന്നല്ല, അപ്പോൾ നല്ല ഭംഗിയുള്ള കണ്ടപ്പോൾ ഞങ്ങളല്ല മൊത്തം ക്യാമറ പടർത്തി അതൊക്കെ. അങ്ങനെ ഞങ്ങൾ ചേച്ചീൻ്റെ വീടെത്തി. ഇതാണ് തുമ്പിക്കുഞ്ഞ്. ഇതിന് മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഇത് അവളുടെ ചേട്ടനാട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ തുമ്പിനെ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവിൽ തുമ്പിനെ ഓരോരുത്തർ അന്വേഷിക്കും. അപ്പോൾ അവളുടെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഡാൻസ് പഠിക്കാൻ പോകേണ്ട ക്ലാസിക്കൽ. അപ്പോൾ അവളുടെ അടുത്ത് കളിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് അത് നാണത്തോടെ ഇരിക്കണയാണ്. അതിന് ശേഷം ഇത്താനും തുമ്പിനെ ഞാൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ പോയ ചേച്ചിയാണ് ഈ വന്നത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസായി. ചേച്ചി പുറത്ത് വെക്കുമായിരുന്നു, ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.